എൻ്റെ അച്ഛനും അമ്മക്കും ഞങ്ങൾ 5 മക്കളാണ്. 4 ആണും 1 പെണ്ണും. ഒരേ ഒരു പെണ്ണ്. ആ ഒരേ ഒരു പെണ്ണിന്റെ കല്യാണം 1991 മാർച്ച് 17-നായിരുന്നു നടന്നത്. ഞങ്ങളെ വീട്ടിൽ കല്യാണങ്ങൾ ഇങ്ങനെ ആഘോഷങ്ങൾ നടക്കുമ്പോൾ എന്തായാലും എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ടുണ്ടാവും. അപ്പോൾ അന്നത്തെ കാലത്തുള്ള സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലം ഫോട്ടോസ് എല്ലാം വളരെ കുറവാണ്, അതുപോലെ വീഡിയോസ് എല്ലാം വളരെ കുറവാണ് കല്യാണങ്ങളിൽ. അപ്പോൾ എൻ്റെ പെങ്ങളുടെ കല്യാണത്തിനാണ് ആദ്യമായിട്ട് ഞങ്ങളുടെ നാട്ടിൽ വീഡിയോ വന്നത്, എൻ്റെ പെങ്ങളുടെ കല്യാണം. അപ്പോൾ നാട് കണ്ടൊരു കല്യാണമായിട്ടാണ് അന്ന് ആ കല്യാണത്തെ പറ്റി പറഞ്ഞത്. അതുപോലെ തന്നെ എൻ്റെ ചേട്ടൻ്റെ കല്യാണം 1988 കഴിഞ്ഞത്. അന്നും ഏരിയയിലൊന്നും ഫോട്ടോ ഇല്ല. അന്നും ഞങ്ങളെ വീട്ടിലെ കല്യാണത്തിന് ഫോട്ടോ ഉണ്ട്. അതുപോലെ എല്ലാ കല്യാണങ്ങൾക്കും ഒരു സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാവും. അപ്പൊ ഈ ഒരേ ഒരു പെങ്ങളുടെ മക്കള് 2 മക്കളാണ്, ഒരു ആണും ഒരു പെണ്ണും. അപ്പൊ പെണ്ണിന്റെ കല്യാണം 4 വർഷം മുന്നേ കഴിഞ്ഞു. ഇന്നിപ്പം കാണാൻ പോകുന്നത് എൻ്റെ ഒരേ ഒരു പെങ്ങളുടെ ഒരേ ഒരു മകന്റെ, ഒരു മകളും ഒരു മകനുമാണ്. അപ്പോ എൻ്റെ ഒരേ ഒരു മരുമകന്റെ കല്യാണം വളരെയധികം സ്പെഷ്യൽ നിറഞ്ഞതാണ്. 2 കൾച്ചർ തമ്മിലുള്ള കല്യാണമാണ്. ആ കല്യാണമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. വളരെ ചെറിയ വീഡിയോസ് ആണ്, അതായത് കുറച്ച് മാത്രമേ ഉള്ളൂ. കല്യാണം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായിരുന്നു, നാട് കണ്ട കല്യാണമായിരുന്നു. എല്ലാവരുടെയും ചർച്ചാ വിഷയമായ ഒരു കല്യാണം തന്നെയാണ് നടന്നത്. എന്തായാലും നമുക്ക് കല്യാണം കണ്ടിട്ട് വരാം. നമുക്ക് കല്യാണത്തിൻ്റെ 2 ദിവസം മുന്നേ ഉള്ള കാഴ്ചയിലേക്ക് പോകാം. കാർപ്പറ്റ് തറയിലൊന്നും വിരിച്ചില്ല. 2 സൈഡും ലൈറ്റെല്ലാം സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സൈഡുമുള്ള കർട്ടൻ, ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അത് അങ്ങനെ ഡിസൈൻ ചെയ്യാൻ ഒരുപാട് പണിയെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾക്ക് മുറ്റത്ത് വലിയ വിശാലമായ മുറ്റമുണ്ട്. ഇവിടെയൊക്കെ ലൈറ്റ് അലങ്കരിച്ചിട്ടുണ്ട്. സാധാരണ കല്യാണ വീട്ടിൽ കാണുന്ന അതേപോലത്തെ പന്തലൊന്നും ഇല്ല. ഇത് ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചൊരു പന്തലാണ്. ഇതാണ് കല്യാണ വീട്ടിലെ കാഴ്ച. മുറ്റത്തിന് സൈഡായിട്ട് നല്ലൊരു ലോണ്, നല്ല ചെടികളും ഒക്കെ ആയിട്ട് പച്ചപ്പ് വിരിച്ചിട്ടുണ്ട്. നല്ല കാർപ്പറ്റ് വിരിച്ച പോലെയുള്ള പച്ചപ്പ്. പിന്നെ കുറച്ച് ചെടികളൊക്കെ നമ്മുടെ ഗടങ്ങിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡ് കർട്ടനും ഗടങ്ങും ഒരേ കളറായതുകൊണ്ട് നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. പിന്നെ കല്യാണത്തിന് 2 ദിവസം മുന്നേ അങ്ങനെ വലിയ ക്ഷണനം ഒന്നും ഇല്ലാത്തതുകൊണ്ട് അടുത്ത റിലേറ്റീവ്സ് മാത്രമാണ് വന്നത്. അതുപോലെ ഞാൻ അകത്തൊന്നും പോയില്ല. ഈ മുറ്റവും അതുപോലെ ഈ പന്തലും കാണാൻ തന്നെ നല്ല ഭംഗിയായതുകൊണ്ട് മുറ്റത്തുനിന്നാണ് വീഡിയോ എടുത്തത്. ആ ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഡിസൈൻ കണ്ടില്ലേ, കർണാടകക്കാരനായിരുന്നു കുറച്ച് ദിവസം ഈ ഡിസൈൻ ചെയ്തത്. മുറ്റത്തുനിന്ന് റോഡ് വരെയുള്ള ആ ഒരു കാഴ്ചയാണ്. പിന്നെ നമ്മുടെ മതിലും സൈഡ് കാർട്ടിനും നല്ലൊരു കോമ്പിനേഷൻ നേരത്തെ പറഞ്ഞത്. അതുപോലെ തന്നെ പിന്നെ അടുത്ത ബന്ധുക്കളും ഇവിടെയുണ്ട്. പിന്നെ കല്യാണത്തിന് തകർക്കാൻ വേണ്ടി ഇപ്പോൾ കാണുന്നത് പെണ്ണിനെ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. അതിന് തയ്യാറെടുപ്പിൽ കുറച്ച് കുട്ടികളും അതുപോലെ തന്നെ ചെറുക്കൻ്റെ സിസ്റ്ററും പിന്നെ കസിൻ സിസ്റ്റേഴ്സുമാണ് ഈ കാണുന്നത്. എന്തെന്ന് വെച്ചാൽ കുറച്ച് സ്റ്റെപ്സൊക്കെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു തയ്യാറെടുപ്പിലാണ് ഇവർ വന്നിട്ടുള്ളത്. പിന്നെ പാട്ട് കോപ്പിറൈറ്റ് മ്യൂസിക് കോപ്പിറൈറ്റ് ആയതുകൊണ്ടാണ് ഞാനിവിടെ ഇങ്ങനെ സംസാരിക്കുന്നത്. എന്തായാലും പെൺകുട്ടീനെയും കൊണ്ട് വരും തയ്യാറെടുപ്പിലാണ് ചെയ്യുന്നത്. പെട്ടെന്ന് എടുക്കാനും പറ്റില്ല. എന്താ ഇവർ ചെയ്യാൻ പോകുന്നത് വീഡിയോയിൽ ഞാൻ അല്ലാതെ പ്ലാനിങ് എനിക്കറിയില്ല. നന്നായിട്ട് അപ്പോൾ എൻ്റെ ബാക്കിൽ കുറച്ച് ആടുണ്ട്. വാക്കത്തി ഇറങ്ങിയിട്ട് എന്ന് പറയുമ്പോൾ ബൈക്ക് യാത്ര ചെയ്യുമ്പോൾ കണ്ടു പരിചിച്ചു
നല്ല സൗഹൃദം ഷെയർ ചെയ്ത് കുറേ കാലം അതിനുശേഷം ഇരു വീട്ടുകാരുടെയും ഇഷ്ടപ്രകാരം കല്യാണം തീരുമാനിച്ചിട്ട് റിസോർട്ടിൽ നല്ല വൈബ് വെച്ച് റിസോർട്ടിലെ കാഴ്ചകൾ ഇവിടെ കല്യാണ പന്തലില്ല, പക്ഷേ സ്റ്റേജ് ഉണ്ട്. പിന്നെ അവിടെ ഇവിടെ ഗ്യാപ്പ് ലൈറ്റ് മ്യൂസിക് ഇവർ ഡാൻസോടും കൂടിയുണ്ട്. കണ്ണൂർ സ്റ്റൈൽ എന്ന പാട്ടാണ്. പാട്ടിനാണ് ഡാൻസ് ഈ സ്റ്റേജിൻ്റെ ബീച്ച് റിസോർട്ടിലാണ് പ്രത്യേക വൈബ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ അടുത്തടുത്തൊന്നും ചെയറില്ല, കുറച്ച് ഗ്യാപ്പ് വെച്ചിട്ട് കുറേ ചെയർ ഇങ്ങനെ വെച്ചിട്ട് എല്ലാവർക്കും സീറ്റ് അതിനകത്ത് ദൂരെയായിട്ട് എല്ലാവരും ഇതിൻ്റെ കൂടെ ലൈറ്റ് അങ്ങനെ ഒരു ലളിതമായ സുന്ദരമായിരുന്നു. ഒരുപാട് ക്യാമറമാന്മാരുണ്ട്. 4 വീഡിയോസ് ഉണ്ട്. അതും കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ക്യാമറമാന്മാരാണ്. അതുപോലെ തന്നെ സ്റ്റിൽസ് ഉണ്ട്. പിന്നെ ഒത്തിരി പേര് ഈ വീഡിയോ എന്നു വെച്ചാൽ ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ്. കുറേ ഗ്യാപ്പ് വിട്ടിട്ട് റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് കുറച്ച് ഫോട്ടോ സെക്ഷൻ ഉണ്ട്. പിന്നെ അരിനൊരിക്കൽ ചടങ്ങ് എന്ന് പറഞ്ഞാൽ ഞാനിത് ഈ നുരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ രണ്ടുപേരെയും അനുഗ്രഹിക്കുന്ന ഒരു രംഗമാണ് ഈ കാണുന്നത്.
അമ്മ ഒന്ന് കൂടെ നോക്കോ അതിന്റെ ഒപ്പം നിന്നോ ഇപ്പോൾ നമ്മൾ കണ്ടത് വലത് കാല് വെച്ചിട്ട് അകത്ത് കയറണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളക്കും കയ്യിൽ കൊടുത്ത് വലത് കാല് വെച്ചിട്ട് അകത്ത് കയറി ആ ഒരു കാഴ്ചയാണ് കണ്ടത്. പിന്നെ അതിന് ശേഷം കുറേ കാര്യങ്ങളുണ്ട് ചെയ്യുന്നത്. അരിമുരിക്കൽ എന്ന് പറഞ്ഞാൽ അതായത് അനുഗ്രഹിക്കുന്ന സമ്പ്രദായം വേറെയുണ്ട് വീട്ടിൽ വന്നതിന് ശേഷം. അപ്പോൾ ആ ഒരു കാഴ്ചയൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല. ഞാൻ പുറം കാഴ്ച കൂടുതൽ ഭംഗിയുള്ളതുകൊണ്ട് പുറം കാഴ്ച ഷൂട്ട് ചെയ്തു. പിന്നെ കല്യാണം കഴിഞ്ഞതിൻ്റെ വൈകിട്ടാണിത്. അപ്പോൾ വൈകിട്ട് കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ദീപേൻ്റെ അച്ഛൻ, അമ്മ, അതുപോലെ റിലേറ്റീവ്സ്, പിന്നെ നമ്മളുടെ ബന്ധുക്കൾ ഒക്കെയാണ് ഈ കാണുന്നത്. അതിനുശേഷം റിസപ്ഷൻ, അതിൻ്റെ പിറ്റേന്ന് കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേത്തെ ദിവസം റിസപ്ഷനാണ്. ആ ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഒരുപാട് ആൾക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണവും ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതിൽ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് കാണാം. ദീപയുടെ റിലേറ്റീവ്സും അച്ഛനും അമ്മയാണ് ഈ കാണുന്നത്. പിന്നെ അവരെ സ്റ്റേജിലിരുത്തിയിട്ട് ഉള്ള കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് ഹമീദിൻ്റെ ചായക്കട എന്ന് വെച്ചാൽ പഴയ സിനിമ പോസ്റ്ററുകളും അതുപോലെ പഴയ ചായക്കട പോലെയൊക്കെ മേഞ്ഞിട്ട് ചായക്കടയൊക്കെ ഉണ്ടല്ലോ. ഈ ചായക്കടയിൽ ഭയങ്കര തിരക്കായിരുന്നു. കാരണം ഹമീദിൻ്റെ ചായ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ പരിപ്പ് വട, പഴംപൊരി, ഉള്ളിവട അങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ സുലൈമാനി, അതുപോലെ ലെമൺ ടീ, പിന്നെ ലെമൺ ജ്യൂസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ പഴയ പഴയ പാട്ടുകൾ, ഭയങ്കര നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന പഴയ പാട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ ഇദ്ദേഹം വിളിച്ച് പറയുന്നുണ്ട് ചായ വന്ന് ചായ കുടിക്ക്. പിന്നെ എന്തൊക്കെയോ ഓഫറൊക്കെ പറയുന്നുണ്ട്. ചായ കുടിച്ചാലും പരിപ്പ് വട എടുത്താലും എന്തോ കാറ് ഓഫർ എന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഈ വീഡിയോയിൽ പാട്ടും മ്യൂസിക്കും വരുന്നത് കൊണ്ടാണ് ഞാനത് മ്യൂട്ട് ചെയ്തിട്ട് ശബ്ദം കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ വളരെ റെയറായി. ഇപ്പോൾ എൻ്റെ നാട്ടിലെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കല്യാണം നടന്നത് അടുത്തൊന്നും കണ്ടിട്ടില്ല. എന്തായാലും പരിപ്പ് വട, പഴംപൊരി ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. കല്യാണ റിസപ്ഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ തിരക്കുണ്ടായത് ചോറിനോ ബിരിയാണിക്കോ ഒന്നിനുമില്ല, ഈ ഒരു ചായക്കടയിലാണ്. എന്തുമാത്രം തിരക്കാണെന്നറിയോ. അതിൻ്റെ അപ്പുറം തന്നെ സ്റ്റേജിന് മുന്നിൽ നമ്മുടെ താരങ്ങൾ, ചെറുക്കൻ്റെ സിസ്റ്ററും കസിൻ സിസ്റ്ററും കുട്ടികളും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി പരിപാടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഭയങ്കര സർപ്രൈസ് ആയിട്ടോ. പെട്ടെന്ന് ഉള്ള സംഭവമാണ്. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്നുണ്ട് എല്ലാവരും ഇറങ്ങി വരുന്നു, പാട്ട് വെക്കുന്നു, ഡാൻസ് കളിക്കുന്നു. ഈ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഓഡിയൻസ് ഇങ്ങനെ ഇരുന്ന് ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി കല്യാണം അടിപൊളിയായിരുന്നു. കല്യാണം എന്ന് പറഞ്ഞാൽ 5 ദിവസത്തെ കല്യാണ പരിപാടിയാണ് ഇവിടെ ഉണ്ടായത്. കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ, അതുപോലെ തന്നെ തലേ ദിവസത്തെ, പിന്നെ കല്യാണത്തിനും കുറേ ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട്. അടുത്ത ബന്ധുക്കളും അതുപോലെ തന്നെ കല്യാണ പെണ്ണിൻ്റെ ബന്ധുക്കളും ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് റിസപ്ഷന് നാട്ടുകാർക്കും മറ്റ് ബന്ധുക്കൾക്കും കൂടിയുള്ള ആ ഒരു അറേഞ്ച്മെൻറ്റ്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും ആൾക്കാരുണ്ടാവുമെന്ന്. അതൊന്നും ആൾക്കാരെയൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ഞാൻ നമ്മുടെ കാര്യമായ പരിപാടി മാത്രമാണ് ഷൂട്ട് ചെയ്തത്. അതിനുശേഷം നമുക്ക് ലൈവ് ജിലേബിയും പിന്നെ ഐസ്ക്രീമൊക്കെ എത്ര വേണമെങ്കിലും ആണ് കേട്ടോ. എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം.
അങ്ങനെയുള്ളതായിരുന്നു. ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുമ്പോൾ ഒരു ഐസ്ക്രീം എനിക്ക് കഴിക്കണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കസിൻ വാങ്ങിക്കഴിച്ചു. ലൈവ് ജിലേബിയാണ്. ലൈവ് ജിലേബി ഉണ്ട്, അടിപൊളിയായിരുന്നില്ലേ? നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അത് കുറേ കഴിക്കണം എന്ന് വിചാരിച്ചിരുന്നു, പറ്റിയില്ല. പിന്നെ ആ സമയത്ത് എന്തായാലും കഴിക്കാൻ ഉള്ള മൂഡുണ്ടായിട്ടില്ല. ഈ കല്യാണമൊക്കെ കണ്ട് ആൾക്കാരൊക്കെ സ്വീകരിക്കുന്നതും ആ ഒരു തിരക്കിലായിരുന്നു ഞാൻ. അപ്പോൾ ജിലേബി പിന്നീട് എടുത്ത് കഴിച്ചു നോക്കുമ്പോൾ അടിപൊളിയായിരുന്നു. ഞാൻ വിചാരിച്ചു ഇത് കുറേ മാറ്റി വെക്കായിരുന്നു, പക്ഷേ മാറ്റി വെക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും ജിലേബിയൊക്കെ ബാക്കിയുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ ഐസ്ക്രീം ഇഷ്ടം പോലെ കണ്ടല്ലോ, എത്ര വേണമെങ്കിലും കോരി കഴിക്കാം. അതുപോലെ അതിൻ്റെ നടുക്ക് ഇവരുടെ ഈ പെർഫോമൻസ്, എത്രയോ പാട്ടിന് ഇവരിങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എപ്പോഴാണ് റിഹേഴ്സൽ ചെയ്തത് എന്നൊന്നും എനിക്കറിയില്ല. അടിപൊളിയായിട്ട് ഡാൻസൊക്കെ ചെയ്യുന്നത് കണ്ടില്ലേ. അപ്പോൾ കല്യാണം എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പറയുന്നത് കേട്ടു, കല്യാണം കാണണമെങ്കിൽ ഈ ഒരു കല്യാണം കാണണം. നമ്മുടെ നാട്ടിലൊന്നും നടക്കാത്ത അതിഗംഭീരമായ കല്യാണമാണ് ഈ കല്യാണം. അപ്പോൾ ഇപ്പോഴും ആൾക്കാർ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ എല്ലാവരും കാണുമ്പോഴൊക്കെ പറയുന്നുണ്ട് നല്ല കല്യാണമായിരുന്നു, ഗംഭീരമായിരുന്നു, എല്ലാം സൂപ്പറായിരുന്നു. ഭക്ഷണവും കല്യാണവും ഡാൻസും പാട്ടും എല്ലാം സൂപ്പറായിരുന്നു. ഇതുപോലൊരു കല്യാണം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ ഈ റിസപ്ഷൻ ആയെന്നാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. പിന്നെ വീഡിയോ കംപ്ലീറ്റ് എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല, കാരണം ഒരുപാട് ലോങ് ആകുന്നതുകൊണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഡാൻസിന് പാട്ട് മ്യൂസിക് ഇല്ലെങ്കിൽ ഡാൻസ് കാണാൻ തീരെ ഭംഗിയുണ്ടാവില്ല. അപ്പോൾ എൻ്റെ ഈ ശബ്ദം മാത്രം കൊടുത്തതുകൊണ്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് കൂടുതൽ ഞാൻ എടുത്തില്ല. എന്തായാലും ഞാനും എൻജോയ് ചെയ്തു. പിന്നീട് നമ്മൾ കല്യാണത്തിന് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചാൽ വീഡിയോ കാണുമ്പോൾ ഇത് ഭയങ്കര ഒരു എൻജോയിങ് തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ എടുക്കാൻ കാരണം, അല്ലെങ്കിൽ മറ്റ് കല്യാണങ്ങളിൽ വീഡിയോ എടുക്കാൻ കാരണം, അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം മറ്റൊന്നല്ല, ഈ കല്യാണങ്ങളിലൊക്കെ പങ്കെടുത്ത പലരും നമ്മെ വിട്ട് പോകുന്നൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് അവരെയൊക്കെ ജീവനോടെ തൊടാൻ പറ്റില്ലെങ്കിലും ജീവനോടെ കാണാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് കയറി കാണാം. അപ്പോൾ അങ്ങനെ എന്നെങ്കിലും നമുക്ക് തോന്നിയെങ്കിൽ അവരൊക്കെ വീഡിയോയിലൂടെ കാണാം. ഇപ്പോൾ എൻ്റെ കല്യാണത്തിനും അതുപോലെ പെങ്ങളുടെ കല്യാണത്തിനൊക്കെ വീഡിയോ ഉണ്ടായിട്ട് അവരെയൊക്കെ കാണിക്കൽ യൂട്യൂബൊന്നും അന്നില്ലല്ലോ. അപ്പോൾ ഇപ്പം പല കേസത്തിലാണ് ഒക്കെ ഉള്ളത്. जा रहा है क्या? नहीं इधर ही है। हाँ
ഇത് നമ്മുടെ ഫാമിലി ഫ്രണ്ട് അനൂപ് ഗ്ലാസ് തലയിൽ വെച്ചിട്ട് ഗ്ലാസ്സിൽ വെള്ളവും തലയിൽ വെച്ചിട്ട് ഒരു ഡാൻസാണ്. അപ്പോൾ എല്ലാവരും നല്ല അപ്രിഷ്യേറ്റ് ചെയ്ത്, കാരണം എല്ലാവരും പുറത്തുനിന്ന് ഡാൻസ് ചെയ്യുമ്പം സ്റ്റേജിൽ കയറിയിട്ട് കളിക്കാനുള്ള ഒരു കോൺഫിഡൻറ്റ് കാണിച്ചത് അനൂപ് മാത്രമാണ്. അപ്പോൾ എല്ലാവരുടെയും നല്ലൊരു കമൻറ്റും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് കല്യാണ ചെറുക്കൻ്റെ ഫ്രണ്ട്സും അതുപോലെ കല്യാണ പെണ്ണിൻ്റെ റിലേറ്റീവ്സും ഒക്കെയാണ്. ഇതിലൊക്കെ ഹിന്ദി പാട്ടും അവരെ ഡാർജിലിംഗ് പാട്ടും മ്യൂസിക്കൊക്കെയാണ്. അപ്പോൾ അതൊന്നും നമുക്ക് കോപ്പിറൈറ്റ് ആയതുകൊണ്ട് നമുക്ക് അതൊന്നും വെക്കാൻ പറ്റില്ല. എന്തായാലും എല്ലാവരും തകർക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്. എൻജോയിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മോ, ഇതുപോലത്തെ ഒരു എൻജോയിങ് വേറെ ഇല്ല എന്ന് തന്നെ പറയാം. അത്രയും ഗംഭീരമായിട്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയൊരു കല്യാണം ഇപ്പം എൻ്റെ വീട്ടിൽ നടന്നത് കൊണ്ടല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെയൊരു കല്യാണം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ നടന്നിട്ടില്ല. മാത്രമല്ല എൻ്റെ വീട്ടിൽ നടക്കുന്ന എല്ലാ പരിപാടിയും എന്തായാലും ഗംഭീരമാകാറുണ്ട്. പിന്നെ ഫുഡിൻ്റെ കാര്യം, ഫുഡാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാകും. ഒരാൾക്കും എത്താതെയോ ഭക്ഷണം കഴിക്കാണ്ട് പോകുന്നയോ കാഴ്ചയോ ഒന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും ഇഷ്ടം പോലെ ഉണ്ടാകും. പിന്നെ ഫുഡ് ഇഷ്ടം പോലെ ബാക്കിയാകുന്ന ഒരു അവസ്ഥയാണ്. കാരണം 10 പേർക്കെങ്കിലും കഴിക്കാനുള്ള ബാക്കിയായിട്ടുണ്ടാവണം, കുറഞ്ഞു പോകരുത്. അങ്ങനെയാണ് എൻ്റെ ഒരു അഭിപ്രായം, നമ്മളെല്ലാം തീരുമാനം. അപ്പോൾ കുഞ്ഞുമക്കളൊക്കെ തകർക്കുന്നുണ്ട്. ഇവർക്കൊക്കെ ഈ മ്യൂസിക് പുതിയൊരു പാട്ടിന് ഇങ്ങനെയും പെർഫോം ചെയ്യാൻ എങ്ങനെ കഴിയുന്നെന്ന് എനിക്ക് മനസ്സിലായില്ല. അതുപോലെ തന്നെ നമ്മളെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഒന്ന് ഡാൻസ് ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റേജിൽ കയറാനോ സ്റ്റേജ് കാണാനോ ഉള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. എന്തായാലും നിങ്ങളൊക്കെ തകർക്ക് മക്കളെ, തകർക്ക്. അതുപോലെ തന്നെ ഇവരൊക്കെ കണ്ട അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നത് കണ്ടില്ലേ? എന്താണ് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു അല്പം പാട്ട് നമുക്ക് കേട്ടാലോ? അതൊന്ന് കേൾക്കാൻ തോന്നുന്നു. മ്യൂസിക് കോപ്പിറൈറ്റ് ആവുമോ ഇല്ലയോ എന്നറിയില്ല, നമുക്ക് നോക്കാം. കല്ലടിക്കോട്ടെന്ന് കല്യാണം 10 വെളുപ്പിന് മുറ്റത്ത് നിക്കണ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്, എൻ്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. ഉയിരേ ഒരു ജന്മം നിന്നെ ഞാനും അറിയാതെ പോകേ, വാഴ്വിൽ കനലാളും പോലെ ഉരുകുന്നൊരു മോഹം നീയേ. നെഞ്ചുലഞ്ഞ മുറിവിലായി മെല്ലെ മെല്ലെ തഴുകുവാൻ നിലവാകാം നിഴലാകാം, മണ്ണടിയും നാൾ വരെ കൂടെ കാവലായി കണ്ണേ നിന്നെ കാക്കാം. സ്വപ്നം നീ സ്വന്തം നീയേ, സ്വർഗം നീ സർവം നീയേ. കമ്പച്ചുങ്ക വിഴുந்த மாதிரியே கண்ணுக்குள்ள நுழைஞ்ச ஒரு
மல்லிகையே ஒரு மொழி சிரிச்சு பேசறே வாய மேல வாய வச்சு வார்த்தைகளை உறிஞ்சு போட்ட விரல வச்சு அழுத்திய கழுத்துல கொளுத்திய வெப்பம் இன்னும் போகல அடியும் போல செவப்பு இல்ல கணக்கால் கூட கருப்பு இல்ல நீ தீண்டும் இடம் தித்திக்குமே இனி பாக்கி உடம்பு செய்ய வேண்டும் பாக்கியமே குறுக்கு சிரித்தவளே என்ன குங்குமத்தில் கரைச்சவளே நெஞ்சில் மஞ்சள் தேய்ச்சி குளிக்கையில் என்ன கொஞ்சம் பூசு தாயே உன் கொலுசுக்கு மணியாக என்ன கொஞ்சம் മാത്ത് കുരുത്തോല കൊണ്ടു ഞാനിൻ കിനാവിൽ നിന്നും ഒരു നല്ല കിളിച്ചന്തം മെടഞ്ഞുണ്ടാക്കി അതിലെൻ്റെ ഹൃദയം ഞാൻ ഒളിച്ചു വച്ചു അതിനൊന്നു മിടിക്കുവാനിടം കൊടുത്തു ഇളം ചുണ്ടുകൾക്ക് സ്വയം മറന്നു പാടാൻ മുളം തണ്ടിൻ മധുവോറും സ്വരം കൊടുത്തു അകലെയങ്ങാകാശം നിറഞ്ഞു കാണാൻ അകക്കണ്ണിൻ നീലാപക്ഷം കടം കൊടുത്തു പൂവേ പൂവേ പാലപ്പൂവേ മണമിത്തിരി കരളിൽ തായു മോഹത്തിൻ മകരന്തം ഞാൻ പകരം നൽകാം വണ്ടേ വണ്ടേ വാർമുകിൽ വണ്ടേ പലവട്ടം പാടിയതല്ലേ മണമെല്ലാം മധുരക്കനവായി മാറിപ്പോയി മണിവില്ലിൻ നിറമുണ്ടോ മഞ്ഞോളം കുളിരുണ്ടോ ഒരു വട്ടം കൂടി ചൊല്ലാമോ മണിവിൽ കൊടി മഞ്ഞായി മഞ്ഞിലകൾ മണ്ണിൽ പോയി മൺവാസന ഇന്നെൻ നെഞ്ചിൽ പോയി ഓ ഓ ഓ പൂവേ പൂവേ പാലപ്പൂവേ മണമിത്തിരി കരളിൽ തായു മോഹത്തിൻ മകരന്തം ഞാൻ പകരം നൽകാം വണ്ടേ വണ്ടേ വാർമുകിൽ വണ്ടേ പലവട്ടം പാടിയതല്ലേ മണമെല്ലാം മധുരക്കനവായി മാറിപ്പോയി പൂവേ പൂവേ പാലപ്പൂവേ മണമിത്തിരി കരളിൽ തായു മോഹത്തിൻ മകരന്തം ഞാൻ പകരം നൽകാം വണ്ടേ വണ്ടേ വാർമുകിൽ വണ്ടേ പലവട്ടം പാടിയതല്ലേ മണമെല്ലാം മധുരക്കനവായി മാറിപ്പോയി മണിവില്ലിൻ നിറമുണ്ടോ മഞ്ഞോളം കുളിരുണ്ടോ ഒരു വട്ടം കൂടി ചൊല്ലാമോ മണിവിൽ കൊടി മഞ്ഞായി മഞ്ഞിലകൾ മണ്ണിൽ പോ മൺവാസന ഇന്നെൻ നെഞ്ചിൽ പോ ഓ ഓ ഓ പൂവേ പൂവേ പാലപ്പൂവേ മണമിത്തിരി കരളിൽ തായു മോഹത്തിൻ മകരന്തം ഞാൻ പകരം നൽകാം
വണ്ടേ വണ്ടേ വാർമുകിൽ വണ്ടേ പലവട്ടം പാടിയതല്ലേ മണമെല്ലാം മധുരക്കനവായി മാറിപ്പോയി. ഡാൻസും തകർത്ത് കല്യാണവും തകർത്ത് അടിപൊളിയായി. ഇനി നമുക്ക് കല്യാണം കഴിഞ്ഞിട്ടൊരു നേർച്ച മുത്തപ്പനുണ്ട്. മുത്തപ്പനെ മുത്തപ്പനും കാണാം, നമുക്ക് അനുഗ്രഹം വാങ്ങാം. അങ്ങനെയുള്ള കാഴ്ച കുറച്ച് കണ്ടിട്ട് നമുക്ക് ആനന്ദിക്കാം, ആസ്വദിക്കാം അല്ലേ. ഗുരുവിനെ അവരുടെ ദ്വാരഫലം ദൈവത്തിനോട്ട് വാരിങ്ങോട് കൽപ്പിക്കുമ്പോഴും തിരിച്ചു വന്നാണ് എൻ്റെ ഉദ്ഗതി. അല്ല പിന്നെ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ കമൻറ്റൊക്കെ ഇട്ടേക്കണം. ഈ ഡാൻസ് ചെയ്ത കുട്ടികൾക്കും അതുപോലെ തന്നെ വലിയവർക്കും എല്ലാവർക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. എല്ലാം പെട്ടെന്ന് ചെയ്തത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയാൻ മാത്രമേ എനിക്കിപ്പോൾ ആവും. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഓരോ വ്യക്തികൾക്കും പലതര ആഗ്രഹങ്ങളായിരിക്കും. എൻ്റെ കല്യാണം ഇങ്ങനെ നടക്കണം, ലളിതസുന്ദരമായിട്ട് നടക്കണം, അല്ലെങ്കിൽ റിച്ച് ആയിട്ട് നടക്കണം, അങ്ങനെയുള്ള പല ആഗ്രഹങ്ങളായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു കല്യാണം വളരെ ഗംഭീരമായിരുന്നു. അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. എങ്ങനെയുണ്ടായിരുന്നു കല്യാണം?